നിങ്ങൾ വെള്ള ആനയെയും വെള്ള കാക്കയെയും ഒക്കെ കണ്ടിട്ടുണ്ടോ? ഇവനെന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയും ചില ജീവികൾ നമ്മുടെ ഭൂമിയിലുണ്ട്. ഇതിൽ കൂടുതലും ആൽബിനിസം ബാധിച്ച ജീവികളാണ്. അതായത് ത്വക്കിൽ കറുപ്പ് നിറം നൽകുന്ന മെലാനിൻ എന്ന വർണ്ണവസ്തുവിന്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന തകരാറുണ്ടാക്കുന്ന രോഗമാണ് ആൽബിനിസം. ഏതായാലും സമയം കളയാതെ ആ ജീവികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 10, വെള്ളക്കാക്ക അഥവാ വൈറ്റ് ക്രോ. നമ്മൾ ഒരുപാട് കറുത്ത കാക്കകളെ കണ്ടിട്ടുണ്ടാകും. എന്നാൽ വെള്ളക്കാക്കയെക്കുറിച്ച് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് കാണാൻ സാധ്യതയില്ല. കാരണം ഇവയെ വളരെ അപൂർവമായേ കാണാറുള്ളൂ. ഇവയെ ലൂസിസ്റ്റിക് അല്ലെങ്കിൽ ആൽബിനോ കാക്കകൾ എന്ന് വിളിക്കുന്നു. ഇവയുടെ രൂപം സാധാരണ കാക്കകളെ പോലെ തന്നെയാണെങ്കിലും നിറം വെള്ളയാണ്. കൂടാതെ ഇവയുടെ കാലുകൾ കറുപ്പിനു പകരം ഇളം പിങ്ക് നിറത്തിലും കൊക്ക് വിളറിയ നിറത്തിലുമായിരിക്കും. ഇവ മറ്റ് കാക്കകൾക്കൊപ്പം ജീവിക്കുകയും ഒരേ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും കാണാൻ മറ്റുള്ളവരെക്കാൾ ഭംഗിയുണ്ട്. ശരീരത്തിൽ പിഗ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് വെയിലത്ത് നടക്കാൻ ഇവയ്ക്കല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവയെ പുറത്ത് കാണുന്നത് കുറവാണ്. മറ്റു മൃഗങ്ങളുടെ ഇരയാകാനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇവർക്ക് സാധ്യത കൂടുതലാണ്. നമ്പർ 9, വൈറ്റ് അലിഗേറ്റർ. സാധാരണയായി കറുപ്പോ കടും ചാര നിറമോ ഉള്ള മുതലകളെയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ വെള്ള മുതലയെക്കുറിച്ച് അധികമാരും കേട്ടിട്ടുണ്ടാകില്ല. കാരണം ഇവ അത്രയും അപൂർവമാണ്. ഇവ വെള്ള നിറത്തിലുള്ള അമേരിക്കൻ അലിഗേറ്ററുകളാണ്. മൂക്ക് മുതൽ വാല് വരെ ഇവ വെളുത്തിരിക്കും. സാധാരണ മുതലകൾക്ക് കറുത്ത കണ്ണുകളാണെങ്കിൽ ഇവയ്ക്ക് നീലയോ വിളറിയതോ ആയ കണ്ണുകളായിരിക്കും. ഇവയെ കണ്ടാൽ ആരോ വെള്ള പെയിന്റ് അടിച്ചതുപോലെ തോന്നും. സാധാരണ മുതലകളെപ്പോലെ വെയിലത്ത് കിടക്കാൻ ഇവയ്ക്ക് കഴിയില്ല. കാരണം ഇവയുടെ ചർമ്മം സെൻസിറ്റീവാണ്. ലോകത്താകെ ഏതാണ്ട് 100 മുതൽ 200 വരെ വെള്ള മുതലകൾ മാത്രമേയുള്ളൂ. അവയിൽ മിക്കതും സംരക്ഷണ കേന്ദ്രങ്ങളിലാണ്. കാരണം കാട്ടിൽ ഇവയ്ക്ക് വളരുന്നതുവരെ ജീവിക്കാൻ പ്രയാസമാണ്. ഈ മനോഹരമായ മൃഗത്തെ സംരക്ഷിക്കാനായി പ്രത്യേക പരിചരണം നൽകി വരുന്നു. മൃഗങ്ങളുടെ ശരീരത്തിൽ പിഗ്മെന്റ് ഇല്ലാത്ത അവസ്ഥയെയാണ് ആൽബിനിസം അല്ലെങ്കിൽ ലൂസിസം എന്ന് പറയുന്നത്. ഇത് മൃഗങ്ങളിൽ മാത്രമല്ല മനുഷ്യരിലും കാണാറുണ്ട്. കൈകാലുകളും കൺപീലികളും വരെ വെളുത്തിലിക്കുന്ന ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത് ശരീരത്തിലെ പിഗ്മെന്റിന്റെ കുറവ് കൊണ്ടാണ്. നമ്പർ 8, വൈറ്റ് എർമൈൻ. ഈ മൃഗത്തെ ഇതിനു മുൻപ് കണ്ടവർ വളരെ കുറവായിരിക്കും. വടക്കേ അമേരിക്കയിലെ വനങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത്. സാധാരണയായി വേനൽക്കാലത്ത് ഇവ തവിട്ടും വെള്ളയും കലർന്ന നിറത്തിലായിരിക്കും. എന്നാൽ ശീതകാലമാകുമ്പോൾ മഞ്ഞിൽ ഒളിച്ചിരിക്കാനായി ഇവയുടെ ശരീരം പൂർണ്ണമായും വെളുത്ത രോമങ്ങളാൽ മൂടപ്പെടും. നീണ്ട ശരീരവും ചെറിയ മുഖവും വെള്ള നിറവുമുള്ള ഇവയെ കാണാൻ നല്ല ക്യൂട്ടാണ്. എന്നാൽ ഇവ പാവമാണെന്ന് വിചാരിക്കരുത്. നല്ല അഗ്രസീവായ മൃഗമാണിത്. തന്നേക്കാൾ വലിയ മൃഗങ്ങളെപ്പോലും വേട്ടയാടാൻ ഇവയ്ക്ക് കഴിയും. അതുകൊണ്ട് ഇതിനെ എവിടെയെങ്കിലും കണ്ടാൽ ദൂരം പാലിക്കുന്നതാണ് നല്ലത്. നമ്പർ 7, വെള്ളയാന അഥവാ വൈറ്റ് എലിഫന്റ്. ചിലരെങ്കിലും വെള്ളയാനയെ കണ്ടിട്ടുണ്ടാകും. ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും ഘോഷയാത്രകളിൽ വെള്ളയാനകളെ ഉപയോഗിക്കാറുണ്ട്. ഇത് കണ്ടിട്ട് ആനയ്ക്ക് വെള്ള പെയിന്റ് അടിച്ചതാണെന്ന് പലരും കരുതാറുണ്ട്. എന്നാൽ ഇവ മഞ്ഞ് പോലെ വെളുത്തതല്ല, മറിച്ച് വിളറിയ അല്ലെങ്കിൽ പിങ്ക് നിറത്തിലായിരിക്കും. നനയുമ്പോൾ ഈ നിറം കൂടുതൽ തെളിഞ്ഞു കാണും. തായ്ലാൻഡിൽ വെള്ളയാനകളെ വളരെ ശുഭകരമായിട്ടാണ് കാണുന്നത്. ഇത് പരിശുദ്ധിയുടെയും ഭാഗ്യത്തിൻ്റെയും അടയാളമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഹിന്ദു വിശ്വാസമനുസരിച്ച് ഇന്ദ്രദേവന്റെ വാഹനമായ ഐരാവതം ഒരു വെള്ളയാനയാണ്. ചുരുക്കത്തിൽ ആളുകൾ ഇതിനെ ദൈവതുല്യമായി ആരാധിക്കുന്നു. നമ്പർ 6, വൈറ്റ് കോക്രോച്ച്. നമ്മുടെയൊക്കെ അടുക്കളയിൽ കാണുന്ന പാറ്റയെക്കുറിച്ച് പറയാം. സാധാരണ തവിട്ട് നിറത്തിലുള്ള പാറ്റകളെയാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ വെള്ള പാറ്റയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് പുതിയ തരം പാറ്റയല്ല. പാറ്റകൾ അവയുടെ പഴയ തോട് പൊഴിക്കുന്ന സമയത്ത് ഇവ വെളുത്ത നിറത്തിൽ കാണപ്പെടും. കുറച്ചു സമയം കഴിയുമ്പോൾ ഇവ വീണ്ടും തവിട്ട് നിറമാകും. ഇത് പുതിയ തൊലി ഉറയ്ക്കുകയും പിഗ്മെന്റുകൾ വരികയും ചെയ്യുന്നതുകൊണ്ടാണ്. വീടുകളിൽ പാറ്റയുടെ തോട് കാണുന്നത് ഇതിന്റെ ഭാഗമാണ്. നമ്പർ 5, വൈറ്റ് ഹംപ് ബാക്ക് വെയിൽ. കടലിൽ കാണപ്പെടുന്ന വളരെ ക്യൂട്ടായ ജീവിയാണ് വെള്ള ഹംപ് ബാക്ക് തിമിംഗലം. 39 മുതൽ 52 അടി വരെ നീളവും 36,000 കിലോ വരെ തൂക്കവും ഇവയ്ക്കുണ്ടാകും. സാധാരണയായി ചാര നിറത്തിലും വെള്ളയിലുമാണ് ഇവ കാണപ്പെടുന്നത്. എന്നാൽ ആൽബിനിസം കാരണം പൂർണ്ണമായും വെള്ള നിറത്തിലുള്ള തിമിംഗലങ്ങളും ഉണ്ടാകാറുണ്ട്. നീലക്കടലിൽ ഈ വലിയ വെള്ള തിമിംഗലം നീന്തി തുടിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. മനുഷ്യരോട് വളരെ നന്നായി ഇടപഴകുന്ന ഇവ മറ്റു തിമിംഗലങ്ങളുമായി ആശയവിനിമയം നടത്താൻ പ്രത്യേക തരം ശബ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നമ്പർ 4, വൈറ്റ് ജിറാഫ്. ലോകത്തിലെ ഏറ്റവും അപൂർവമായ വെള്ള ജിറാഫ് കെനിയയിലാണ്. സങ്കടകരമായ കാര്യം, ഇപ്പോൾ ലോകത്താകെ ഒരൊറ്റ വെള്ള ജിറാഫ് മാത്രമേ ഉള്ളൂവെന്നാണ് കരുതപ്പെടുന്നത്. 2020-ൽ വേട്ടക്കാർ ഇതിന്റെ കുടുംബത്തിലെ മറ്റുള്ളവരെ കൊന്നുകളഞ്ഞു. ഇതിനെ സംരക്ഷിക്കാനായി ഇപ്പോൾ ഒരു GPS ട്രാക്കിംഗ് ഉപകരണം ഘടിപ്പിച്ചിട്ടുണ്ട്. 2016-ലാണ്
ആദ്യമായി വെള്ള ജിറാഫിനെ ശ്രദ്ധിച്ചത്. മാംസത്തിനായി മറ്റും ജിറാഫുകളെ വേട്ടയാടാറുണ്ട്. എന്നാൽ വെള്ള ജിറാഫിനെ വേട്ടയാടുന്നത് ചിലർ വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. നമ്പർ 3, വൈറ്റ് ലയൺ. സിംഹങ്ങളെ എല്ലാവർക്കും അറിയാം. എന്നാൽ വെള്ള സിംഹങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇവ വളരെ അപൂർവമായതുകൊണ്ട് കാടുകളിൽ മാത്രമല്ല സൂവിലും റിസർവുകളിലും ഇവയെ സംരക്ഷിക്കാറുണ്ട്. ല്യൂസിസ്റ്റിക് മ്യൂട്ടേഷൻ കാരണമാണ് ഇവയ്ക്ക് വെള്ള നിറം കിട്ടുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ വെള്ള സിംഹങ്ങളെ വെളിച്ചത്തിൻ്റെയും ലീഡർഷിപ്പിൻ്റെയും പ്രതീകമായിട്ടാണ് കാണുന്നത്. ഗ്ലോബൽ വൈറ്റ് ലയൺ പ്രൊട്ടക്ഷൻ ട്രസ്റ്റ് പോലുള്ള സംഘടനകൾ ഇവയെ സംരക്ഷിക്കാനായി വലിയ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമ്പർ 2, വൈറ്റ് ഒറാങ്ങുട്ടാൻ. ഇന്തോനേഷ്യയിലെ വനങ്ങളിൽ മോശം അവസ്ഥയിൽ കണ്ടെത്തിയ ആൽബ എന്ന വെള്ള ഒറാങ്ങുട്ടാനാണിത്. വെള്ള രോമങ്ങളുള്ളതുകൊണ്ടാണ് ഇതിന് ആൽബ എന്ന് പേരിട്ടത്. ഒരു റെസ്ക്യൂ ടീം ഇതിനെ രക്ഷിച്ച് പരിചരിച്ചു. 2018-ൽ ഇതിനെ തിരികെ കാട്ടിലേക്ക് വിട്ടു. ഇപ്പോൾ അവിടെ ഇത് സുരക്ഷിതമായി ജീവിക്കുന്നുവെന്നാണ് പുതിയ വാർത്തകൾ പറയുന്നത്. നമ്പർ 1, വെള്ള അണ്ണാൻ അഥവാ വൈറ്റ് സ്ക്വിറൽ. അവസാനമായി, എല്ലായിടത്തും കാണുന്ന അണ്ണാനിന്റെ വെള്ള രൂപമാണിത്. സാധാരണ അണ്ണാൻ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ വെള്ള അണ്ണാനിന്റെ കാര്യം പറയണ്ട. 1,000,000 എന്ന കണക്കിന് മാത്രമേ ഇത്തരം ആൽബിനോ അണ്ണാന്മാർ ഉണ്ടാകാറുള്ളൂ. ചിലയിടങ്ങളിൽ ഇതിനെ സമാധാനത്തിന്റെയും ഭാഗ്യത്തിന്റെയും പ്രതീകമായി കാണുന്നു. ദൂരത്തു നിന്ന് കണ്ടാൽ ഇതിനെ വെള്ള എലിയാണെന്ന് തെറ്റിദ്ധരിക്കാം. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളക്കാരൻ ആരാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.